അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവിലും നൂർ ഫാത്തിമയും ഉസ്താദും ഫാമിലിയും ഹോസ്പിറ്റലിലാണ്. സാധാരണയായി വീട്ടിലുള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലാറുണ്ട്, പറയാറുണ്ട്. ഹോസ്പിറ്റലിലാകുമ്പോൾ അത് നടക്കുമോ എന്നുള്ളൊരു ഭയം നൂർ ഫാത്തിമയ്ക്ക് ഉണ്ടായിരുന്നു. എങ്കിലും അവൾ മഗ്‌രിബിൻ്റെ സമയമായപ്പോൾ സാധാരണ രീതിയിൽ ഓതാറുള്ള സൂറത്തുകളെല്ലാം ഓതി. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി. അങ്ങനെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയം നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും താമസിക്കുന്ന വീട്ടിൽ, അതേ ഇച്ചായ, നമുക്ക് മോളെ ഒന്ന് വിളിക്കണ്ടേ? മോനിപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവുമല്ലോ. മോനെയും മോളെയും ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. തീരെ വിളിക്കാഞ്ഞാൽ മോശമല്ലേ മേരി? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും അവർ ഹജ്ജ് കർമ്മം എന്ന് വെച്ചാൽ അവരുടെ ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുറത്തിറങ്ങാൻ പറ്റുക. എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച്. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചാൽ പെട്ടെന്ന് വരാൻ പറ്റുമോ അതും അറിയില്ല. ഇച്ചായ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. മേരി, നീ തന്നെ മോളെ ഫോണിലേക്ക് വിളിച്ചോ. നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും അങ്ങനെ അതാ വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അവളുടെ മമ്മ ഫോൺ എടുക്കുവാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് പപ്പക്കത് ഓർമ്മ വന്നത്. മേരി, ഇന്ന് ഏതാ ദിവസം എന്ന് നിനക്കറിയോ? ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഈ സമയം എന്ന് വെച്ചാൽ 7:30 മണിയായി. അതെ, ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച തലേ ദിവസം, വെള്ളിയാഴ്ച രാവിലെ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ദിവസമായിരിക്കും. നീ കേട്ടിട്ടില്ലേ, പള്ളിയിൽ നിന്നൊക്കെ ഓരോ പ്രാർത്ഥനകളൊക്കെ പ്രത്യേകമായിട്ട് ഈ ദിവസം കേൾക്കുന്നത്? കേട്ടിട്ടുണ്ട് ചായ. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം രാത്രി എന്ന് വെച്ചാൽ. ഒരുപാട് ഗുണങ്ങളുള്ള, അതുകൊണ്ട് തന്നെ അവർ കുറേ ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ മോളെയും ബുദ്ധിമുട്ടിക്കണ്ട. എന്തായാലും അവൾ അതൊന്ന് കഴിയട്ടെ. പിന്നെ ഏകദേശം ഒരു 8-8:30 ആകുമ്പോൾ അവരുടെ നിസ്കാരവും കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഫ്രീ ആവുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഉണ്ടാകും പലതും ചെയ്യാനൊക്കെ. എങ്കിലും അത്യാവശ്യമായിട്ടുള്ള ആ ഒരു സമയം എന്ന് വെച്ചാൽ സൂര്യനെ അസ്തമിച്ചത് മുതലുള്ള ആ ഒരു സമയമാണ് അവർക്ക്. അത് വളരെയധികം വിലപ്പെട്ടതാണ്. ആ സമയത്ത് ഒരുവിധം മുസ്ലിംസൊക്കെ, എല്ലാവരൊന്നുമല്ല, ഒരുവിധം അധികം ആളുകളും ആ സമയത്ത് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടി ആകുമ്പോൾ കൂടുതൽ അവരതിനെ കെയർ ചെയ്യും. അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ വിളിക്കേണ്ട, കുറച്ച് കഴിയട്ടെ. ഇച്ചായ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങളെങ്ങനെ ഇതൊക്കെ പഠിച്ചു? അതങ്ങനെയാണ്, ഓരോ മതത്തിനെ കുറിച്ചും നമുക്ക് ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടാവുമല്ലോ. നീ കണ്ടിട്ടില്ലേ വെള്ളിയാഴ്ച ഒരുപാട് ആളുകൾ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത്? അതെ, അതവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിവസമാണ്. നമ്മൾ പള്ളിയിൽ പോകും ഞായറാഴ്ച. അതുപോലെയൊക്കെ തന്നെ ഓരോ വിശുദ്ധ ദിനം ഉണ്ടാവും അവർക്ക്. അതുപോലെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അവർക്കിന്ന്. അപ്പോൾ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. ഇച്ചായ, നിങ്ങൾ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഞാൻ വിളിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥനക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരില്ലേ? മോളന്ന് പറഞ്ഞിരുന്നല്ലോ, ഉമ്മയും അവളൊക്കെ ഗ്രൂപ്പായിട്ടാണ് നിസ്കരിക്കാറുള്ളതെന്നൊക്കെ. അത് നല്ലൊരു കാര്യമാണത്രേ. പ്രത്യേകമായിട്ട് അതിന് പ്രതിഫലമുണ്ട് എന്നൊക്കെ മോള് പറഞ്ഞിരുന്നല്ലോ. 27 ഇരട്ടി എന്നോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ കൂട്ടത്തോടെയുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരിക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 8:30 ശേഷം വിളിക്കുക, അതായിരിക്കും നല്ലത് അല്ലേ? നൂർ ഫാത്തിമയുടെ പപ്പയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അതാ മമ്മ അവിടെ ഫോൺ വെക്കുന്നു. എനിക്ക് റീന മോൾ അങ്ങനെ ഓർമ്മ വരികയാണ്. എന്ത്, അവൾക്കൊക്കെ സുഖമല്ലേ? അതെ, സുഖമാണ്. എങ്കിലും അവളുടെ കുട്ടിക്കാലം ചെറുപ്പകാലൊക്കെ. മേരി, ഇനി നീ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിക്കണ്ട. എന്തൊക്കെ തന്നെയായാലും അവൾക്ക് പറ്റിയ മതം അവൾ തിരഞ്ഞെടുത്തു.
എല്ലാം കൊണ്ടും സേഫ്റ്റി ഉള്ളതാണ് അത്. പക്ഷേ എങ്ങനെയൊക്കെ തന്നെയായാലും അതിനിടയിലും ഓരോ വില്ലന്മാരുണ്ടാകും. അത് പിന്നെ മനുഷ്യരെ കൂടെ പഠിച്ചതല്ലേ. എന്തായാലും നമ്മളെ കുട്ടിയെ കർത്താവ് കാത്തു രക്ഷിക്കട്ടെ, മമ്മ പറഞ്ഞു. സമയം അവർ 8:30 വരെ കാത്തിരുന്നു. സമയം നോക്കി നിൽക്കുകയായിരുന്നു മമ്മ. ഇച്ചായ എന്നെ വിളിച്ചാലോ? ആ, ഇനി വിളിച്ചോ, ഇനി അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മമ്മ അതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. നൂർ ഫാത്തിമയുടെ ഫോണതാ ബെല്ലടിക്കുന്നു. ഒരു നിമിഷം അവൾ ആ പേര് കണ്ട് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, മമ്മയാണ് വിളിക്കുന്നത്. ഹോസ്പിറ്റലിലാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അതറിഞ്ഞ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടെൻഷനായി തീരും എന്ന് കരുതിയിട്ട് ഒന്നും ഞാൻ മിണ്ടിയിട്ടില്ല. ഒരു നിമിഷം നൂർ ഫാത്തിമ ഒന്ന് ഭയന്നു. അവൾ ഫോൺ എടുത്തു. ഹലോ മമ്മ. ആ മോളെ, എന്തൊക്കെയേ, സുഖല്ലേ? മോളുടെ സൗണ്ട് കേട്ടിട്ട് കാണാൻ തോന്നുകയാണ്. എവിടെ നിൻ്റെ കെട്ടിയോനെവിടെ? മമ്മ, അത് ഇവിടെ ഉണ്ട്. അല്ല മോളെ, എന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒന്ന് വന്നോളൂ കേട്ടോ, അല്ലേ മോശമല്ലേ? നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ നമ്മളെ വീടുമായി ബന്ധമില്ലാത്ത രീതിയിൽ റൂമെല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമായി വരാം. സെപ്പറേറ്റ് പുറത്തേക്കൊരു വാതിൽ കൊടുത്തുകൊണ്ട് തന്നെ നിൻ്റെ കെട്ടിയോൻക്ക് അതുവഴി പ്രവേശിക്കാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു വീടാണെങ്കിലും ശരിക്കും 2 വീട്ടിൽ താമസിക്കുന്ന പോലെയാണ് മോളെ. ബുദ്ധിമുട്ടാണെങ്കിൽ അകത്തുള്ള വാതിലങ്ങ് അടച്ചാൽ പോരെ? മമ്മ, അതൊന്നും കുഴപ്പമില്ല, അതിനിപ്പോൾ എന്താ? അല്ല മോളെ, അവിടെ എന്തൊക്കെയോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നു. അതെന്താ ഒരുപാട് ആളുകളൊക്കെ ഉള്ള പോലെ അങ്ങനെ ഒരു... ആ, അത് മമ്മ, അപ്പുറത്തെ റൂമിൽ നിന്ന് കുട്ടികളുടെ സൗണ്ടാണ്. അപ്പുറത്തെ റൂമിൽ നിന്നോ? അപ്പോൾ നിൻ്റെ വീട്ടിൽ ഗസ്റ്റ് ആരെയും വന്നിട്ടുണ്ടോ? അല്ല മമ്മ, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. ഒരു നിമിഷം മമ്മ അത് കേട്ട് ഞെട്ടി. മോളെ, എന്തു പറ്റി? എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ഉപ്പാക്ക് സുഖമില്ലാത്ത വിവരമൊന്നും നൂർ ഫാത്തിമ അവരെ അറിയിച്ചിരുന്നില്ല. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടാക്കുന്നത് എന്ന് കരുതിയിട്ട്. അതുമല്ല, മമ്മക്കാണെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് ടെൻഷനാകും. അതുകൊണ്ട് തന്നെ വളരെയധികം സാവധാനത്തിൽ പറയാമെന്ന് വിചാരിച്ചു. എന്താ മോളെ, എന്താ പറ്റിയത് പറയൂ. അത് മമ്മ, ഇവിടുത്തെ ഉപ്പാക്ക് ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ പിന്നെ എന്നെ നാഫിക്ക അങ്ങോട്ട് കൊണ്ടുവരാൻ വന്നതാണ്. മോളിപ്പോൾ ഹോസ്പിറ്റലിലാണോ നിൽക്കുന്നത്? അവിടെ അങ്ങനെ നിൽക്കല്ലടി ഈ ഒരു സമയത്ത്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമല്ലേ ഇപ്പോഴൊക്കെ. ശരിയാണ് മമ്മ, പക്ഷേ ഇക്ക അവിടെ ഇല്ലാതെ നിൽക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ഞാനിവിടെ റൂമിലാണ്. വല്ലപ്പോഴൊക്കെ ഉപ്പയുടെ അടുക്കൽ, ഉപ്പ ICUവിലാണ്, അങ്ങനെ കാണാൻ പോകും, അത്ര തന്നെ. പൊന്നു മോളെ, ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്ചാർജിനായി തുടങ്ങിയോ? ഇല്ല മമ്മ, അത് പറയാനായിട്ടില്ല. മോളെ, പിന്നെ അന്ന് അയാൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മോള് വരുമെന്ന് കരുതിയിട്ട് ഞങ്ങളതെല്ലാം ആ ഒരു പെട്ടിയിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ മനസ്സിൽ തെല്ലൊരു ഭയമുണ്ടായിരുന്നു. അവൾക്ക് തനിക്ക് പറ്റിയ അബദ്ധത്തിൽ ചെറിയൊരു പരുങ്ങലുമുണ്ടായിരുന്നു. അതെ, ഞാനാണ് ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. അറബിയമ്മയുടെ അടുക്കൽ നിന്ന് വരികയാണെന്നറിഞ്ഞപ്പോൾ പിന്നീട് അറബിയമ്മയുമായി കോണ്ടാക്റ്റ് ചെയ്തിട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യം പറയും, സംസാരിക്കും, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. വേണ്ട, അത് മോശമാണ്. ഒരു പക്ഷേ അതല്ലെങ്കിലോ ആകെ നാണക്കേടാവില്ലേ എന്ന് കരുതിയിട്ട് ചില സമയത്ത് തോന്നുന്ന ഓരോ ബുദ്ധികൾ. പഠിച്ചോനെ, എന്നാലും നീ കാത്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മോളെ, പിന്നെ ഭക്ഷണം കഴിക്കണില്ലേ? ആ മമ്മ, എല്ലാം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മമ്മ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇനി നമുക്ക് പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ, അതായിരിക്കും നല്ലത്. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മമ്മ, അത് എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ഇവിടെയല്ലേ ആദ്യത്തെ പ്രസവമാകുമ്പോൾ എപ്പോഴും അത് പെറ്റ തള്ളൻ്റെ അടുത്താണ് ഏറ്റവും നല്ലത്. നിന്നെ എത്ര ആൾക്കാർ നല്ല രീതിയിൽ നോക്കാനുണ്ട്, എല്ലാത്തിനും ഹെൽപ്പിനുണ്ട് എന്നൊക്കെ പറഞ്ഞാലും
മോളെ ഞാനുണ്ടാവുമ്പോൾ അതല്ല നിനക്ക് നല്ലത്. എനിക്ക് വേറൊരാളെ നോക്കാനില്ലല്ലോ. എനിക്ക് എൻ്റെ ഒരു മോളെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മോള് ഇവിടെ പ്രസവിച്ച് കിടക്കണം. അതാണ് മമ്മക്ക് ആഗ്രഹം. മമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ പിന്നീട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം തന്നെ പ്രസവിച്ച് ഉണ്ടാക്കിയ തൻ്റെ മമ്മയല്ലേ. അതുകൊണ്ട് ഒന്നും എതിര് പറയുന്നത് ശരിയല്ലല്ലോ. അതും ഈ ഒരു അവസ്ഥയിൽ അവൾ മമ്മയോട് പറഞ്ഞു, മമ്മ അതിനൊക്കെ ഇനിയും ടൈമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം കേട്ടോ, അതായിരിക്കും നല്ലത്. മോളെ മോളുടെ ഇഷ്ടം പോലെ എന്തൊക്കെ തന്നെയായാലും വാക്ക് മാറരുത് കേട്ടോ. ഇല്ല മമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അതിനൊക്കെ സമയമാകുമ്പോഴേ അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. മോളെ ഓരോ ഊണിലും ഉറക്കത്തിലും ചിന്തയിലുമെല്ലാം എനിക്കിപ്പോൾ അത് മാത്രമാണ്. എൻ്റെ റീനുമോളുടെ കുഞ്ഞിനെ ഒന്ന് കാണണം, അതിനെ താലോലിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം. ആ നിമിഷം നൂർ ഫാത്തിമ ഓർത്തു, പടച്ച റബ്ബേ, ഞാൻ പ്രഗ്നൻ്റാണ് എന്നുള്ളൊരു വാർത്ത കേൾക്കലും എൻ്റെ മമ്മയുടെ ആ ഒരു സ്വപ്നവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് എൻ്റെ മമ്മയുടെ അസുഖം പൂർണ്ണമായും വിട്ടു നിന്നത്. അതുമാത്രമല്ല, എന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടായതും ഇഷ്ടമുണ്ടായതും എൻ്റെ നാഫിക്കയെ സ്നേഹിക്കാൻ തുടങ്ങിയതും എല്ലാം ഇതറിഞ്ഞതിന് ശേഷമാണ്. അല്ലെങ്കിലും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കായാലും അത് വലിയ ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും വെറുപ്പോടെ നടക്കുകയായിരിക്കും. എല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്ത്, അല്ലാതെ എന്ത് പറയാനാ. മോളെ എന്നാലും അമ്മ വെക്കട്ടെ കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വരണ്ട്. മോളെ ഏത് ഹോസ്പിറ്റലിലാണ്? ഒന്ന് ലൊക്കേഷൻ വിടണം കേട്ടോ പപ്പൻ്റെ ഫോണിലേക്ക്. ആമമ്മ ഞാൻ വിടാം. പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടായി വരണമെന്നൊന്നുമില്ല. അല്ല മോളെ, ബുദ്ധിമുട്ടാകുന്നതും അല്ലാതിരിക്കുന്നതൊന്നല്ലല്ലോ. അത് എന്തൊക്കെ തന്നെയായാലും നമ്മളെ മരുമകൻ്റെ ഉപ്പയല്ലേ. അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്യണമല്ലോ. അതൊക്കെ നമ്മളെ കടമയല്ലേ. മമ്മ അത്ര ബുദ്ധിമുട്ടായി വരണമെന്നൊന്നുമില്ല. അത്ര ദൂരം പോരണ്ടേ, കുഴപ്പമൊന്നുമില്ലടി. നൂർ ഫാത്തിമയുടെ മമ്മ അതാ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആരാണാവോ? നാഫിക്കയാണോ? നൂർ ഫാത്തിമ അതാ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. അവൾ തൻ്റെ നാഫിക്കയാണെന്ന് കരുതി ആകാംക്ഷയോടെ വാതിൽ തുറന്നു. പക്ഷേ തൻ്റെ നാഫിക്കയല്ലായിരുന്നു. പകരം താൻ പേടിക്കുന്ന ആ ഒരു രൂപം. സാധാരണയായി ഹിജാബ് ഇട്ടുകൊണ്ടാണ് നൂർ ഫാത്തിമ വാതിൽ തുറക്കാറുള്ളത്. പക്ഷേ ഈ സമയത്ത് എന്തായാലും തൻ്റെ നാഫിക്കയായിരിക്കും എന്ന് കരുതി അവൾ ഹിജാബ് താഴ്ത്തിയിരുന്നില്ല. വാതിൽ തുറന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച, അതെ, മനാഫാണ് വന്നിരിക്കുന്നത്. നൂർ ഫാത്തിമയുടെ ഹൃദയം പേടികൊണ്ട് നുറുങ്ങിപ്പോയി. അവളുടെ കൈകാലുകൾ വിറക്കുന്ന പോലെ മുഖമാകെ ചുവന്നു തൊടുത്തു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നൂർ ഫാത്തിമ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മറച്ചു. ആദ്യം, എൻ്റെ സുന്ദരി പെണ്ണേ, സത്യമായിട്ടും ഞാൻ നിന്നോട് നല്ല രീതിയിൽ സഹകരിക്കാനാണ് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാനോ നിന്നെ പേടിപ്പിക്കാനോ ഒന്നിനുമല്ല. എന്താ, എന്നിൽ നിനക്ക് വിശ്വാസമില്ലേ? എന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കുന്നത്? പ്ലീസ്, നിങ്ങൾ പോവണം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കട്ടെ. ഓഹോ, നിൻ്റെ ഹസ്ബൻഡ് ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ? നിൻ്റെ നിക്കാഹിന് മുമ്പേ പലവട്ടം ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. ആ ഒരു ഖേദം, ആ ഒരു വേദന എൻ്റെ മനസ്സിലുണ്ട് ശരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്കോരോ ചാൻസുകൾ കിട്ടുകയാണ്. നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോഴേക്കും നീ അവിടെ നിന്ന് പോയിരുന്നു. നൂർ ഫാത്തിമ, ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ഇനിയും പോരാം എൻ്റെ കൂടെ. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. ഒരിക്കലും നിനക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിനക്ക് ജീവിതമുണ്ടാകും. ഇപ്പോഴിതാ നീ ഒരു ഹോസ്പിറ്റൽ റൂമിലാണ് നിൽക്കുന്നത്. പക്ഷേ വലിയ അമ്പരചുംബികളായ ഫ്ലാറ്റുകളുണ്ട് എനിക്ക്. നിനക്ക് സുഖവാസത്തിന് അതുപോലെ. പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഹോസ്പിറ്റൽ, ഇതിൻ്റെ ഒരു പാർട്ട്ണർ ഞാനാണ്. പിന്നെന്താ, നിങ്ങൾക്കൊന്നും ഒരു ബില്ലും കാര്യങ്ങളും ഒന്നും ആവില്ല. അയാൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്തൊക്കെ തന്നെയായാലും നൂർ ഫാത്തിമ, ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടിട്ടില്ല. ദേഷ്യപ്പെടും ഒരു സമയത്ത്, പക്ഷെ ഇപ്പോൾ എനിക്ക് ദേഷ്യമല്ല. ഇപ്പോൾ നിന്നെ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലേക്ക് കയറ്റണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നുമല്ല. നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഫോൺ എടുക്കട്ടെ എന്ന് കരുതി അതാ ഫോൺ കൈകൾ വിറക്കുന്നു. ഹേയ്, ഫോണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്തിന്? നിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവന് മറ്റൊരു പെണ്ണ് സെറ്റായിട്ടുണ്ട്. ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. പടച്ചോനെ! ഞെട്ടേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും പുറത്തു പോയി ഒരുമിച്ച് ചായ കുടിക്കുന്നതൊക്കെ ഞാൻ കണ്ടല്ലോ. ഹേയ് നോ. എന്ത്? അങ്ങനെ തന്നെയാണ്. നിനക്ക് ആ ഒരു കാഴ്ച കാണണമെങ്കിലിതാ ഞാൻ ഫോട്ടോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. അതേ, നീ വിചാരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനൊക്കെ വേറെ ആളൊക്കെ ഉണ്ട് മോളെ. നീ ഇങ്ങനെ അവനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. നിനക്ക് എപ്പോഴും നല്ലത് എൻ്റെ കൂടെയുള്ള ജീവിതമാണ്. അവരെന്ന് വെച്ചാൽ ഉസ്താദുമാരാണ്, അവർക്ക് പോകണോടത്തായിരിക്കും പെണ്ണ്. ദേ, എൻ്റെ ഉസ്താദിനെ കുറിച്ച് അനാവശ്യം പറയരുത് കേട്ടോ. എന്താ അനാവശ്യം? നീ എൻ്റെ നേർക്കാണോ വിരൽ ചൂണ്ടുന്നത്? അതേ, തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പം എന്താ നീ ഇങ്ങനെ ചോദിക്കണതിൻ്റെ അർത്ഥം? നൂർ ഫാത്തിമക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവളതാ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അതേ, പതുക്കെ ഓടിക്കോ. നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറക്കണ്ട. എത്രയായാലും അത് അവൻ്റെ കുഞ്ഞല്ലേ. അവനെ പെറ്റിട്ട് നീ എൻ്റെ കൂടെ അങ്ങ് പോര്. നൂർ ഫാത്തിമ പേടിച്ചുകൊണ്ട് അതാ ഓടുകയാണ്. അയാൾ പിന്നാലെ വരുമെന്നുള്ള ഭയം. ശരിക്ക് വാതിൽ പോലും അടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോണെടുത്ത് സംസാരിക്കാൻ വരെ കഴിയുന്നില്ല. പെട്ടെന്ന് അയാളതാ നൂർ ഫാത്തിമ ഓടുന്നതിൻ്റെ മുമ്പിലായിട്ട് എത്തുന്നു. അയാളുടെ കൈകൾ അവൾക്ക് തടവായി വെച്ചു. എങ്ങോട്ടാ മോളെ? നീ ഈ ഒരു സമയത്ത് പോയിട്ട് അവിടെ ആരും നിന്നെ രക്ഷിക്കാനില്ല. എന്തിനാ നീ ഓടുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? ഒരു പേടിയും പേടിക്കണ്ടല്ലോ. നിനക്ക് ഞാനില്ലേ. നിൻ്റെ കെട്ടിയോന് അവിടെ ഇല്ല. ഇപ്പോഴേ നിൻ്റെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ നിൻ്റെ ഉപ്പാൻ്റെ അടുത്ത്. ഒരാളില്ലാതെ അവർ തിരിച്ചു പോരുമില്ല. നീ ഒന്നുകൊണ്ട് ഭയക്കണ്ട. നിനക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ തരും. ഉസ്താദ് ഇശാ നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ പോയ തക്കത്തിനാണ് മനാഫ് കടന്നു വന്നത്. നൂർ ഫാത്തിമ ആകെ ഭയന്ന് വിറക്കുകയാണ്. അതെ, നീ എങ്ങോട്ടാണ് ഓടുന്നത്? നിൻ്റെ റൂമിൻ്റെ വാതിലെല്ലാം അവിടെ ഓപ്പണായി കിടക്കുന്നു. അത് പോയി ക്ലോസ് ചെയ്ത പെണ്ണെ. ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല. എന്തിന്? അല്ലെങ്കിലും ഇഷ്ടപ്പെടുന്നവരെ ഉപദ്രവിക്കാനല്ലല്ലോ കൊണ്ടുപോകുന്നത്, അവരെ അങ്ങ് സ്നേഹിച്ച് സ്വന്തമാക്കാനല്ലേ. എന്താ നൂർ ഫാത്തിമ, നിനക്കിപ്പോഴൊന്നും മനസ്സിലായില്ലല്ലോ എൻ്റെ സ്നേഹത്തെക്കുറിച്ച്. നീ നിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞോ ഞാൻ മനാഫിൻ്റെ കൂടെ പോവുകയാണ് എന്ന് നീ പറഞ്ഞോ? അതിനെന്താ? നിൻ്റെ ഉസ്താദിന് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ? നിൻ്റെ ഉസ്താദിന് മറ്റൊരു പെണ്ണ് റെഡി ആയിട്ടുണ്ട്. എപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. എപ്പോഴും. നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ആ ഹോസ്പിറ്റൽ വരാന്തയിലെ ആ കമ്പിയിൽ പിടിച്ച് കരഞ്ഞു. അവളുടെ വയറൊക്കെ വേദനിക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. മോളെ, നീ ഗർഭിണിയാണ്, അത് മറക്കണ്ട. നീ ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ച് തൂങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. ചെല്ല്, റൂമിലേക്ക് പോയിക്കോ, അതാണ് നല്ലത്. പക്ഷേ തിരിച്ച് റൂമിലേക്ക് പോകാൻ നൂർ ഫാത്തിമയ്ക്ക് ധൈര്യമില്ല. അയാളെങ്ങാനും പിറകെ വന്നാലോ? പടച്ച റബ്ബേ, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എനിക്കറിയുന്നില്ല. ഫോൺ പോലും എടുക്കാതെയാണ് അവൾ പുറത്തേക്ക് വന്നത്. തൻ്റെ ഉസ്താദ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവൾക്ക് തോന്നുകയാണ്. പക്ഷേ തൻ്റെ ഉസ്താദ് വന്നിട്ട് കാണുന്നില്ല. ഇശാ ബാങ്ക് കൊടുത്തതിന് ശേഷമല്ലേ പോയിട്ടുണ്ടാവുക. അതെ, ഇയാളത് എൻ്റെ ഉസ്താദ് ഇറങ്ങിയ പാടെ കയറിയിട്ടുണ്ടാവും. അതായിരിക്കും. പ്ലീസ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ല, നിന്നെ സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ദയവായി നീ എന്നെ ഒരു ശത്രുവായി കാണരുത്. ഒരിക്കലും ഞാൻ നിൻ്റെ ശത്രുവല്ല. ഞാൻ നിൻ്റെ മിത്രമാണ്. നിന്നെ രാജകുമാരിയെ പോലെ വാഴിക്കാനാണ്
എൻ്റെ ആഗ്രഹം. പ്ലീസ് ഒന്നും വേണ്ട, എനിക്കൊന്നും തരണ്ട. എന്നൊന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. നിങ്ങൾ എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്? നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹേയ്, നിൻ്റെ ആ മനോഹരമായ കണ്ണിൽ നിന്ന് ആ കണ്ണുനീര് നീ ഇങ്ങനെ പൊഴിക്കല്ലേ. അതെനിക്കുള്ളതാണ് അതെല്ലാം. എൻ്റെ നൂർ ഫാത്തിമ, നിനക്ക് വേണ്ടി എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. എന്നിട്ടും നീ എന്നെ എതിർക്കുകയാണ്. അതാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. എന്തിനാണ് നീ എന്നിൽ നിന്ന് വഴുതി മാറുന്നത്? നീ ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ ദാ ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്നെ രാജകുമാരിയെ പോലെ ഇന്നെ വാഴിക്കും. എന്താണ് നിനക്ക് തീരുമാനിക്കാം. നിൻ്റെ തീരുമാനം എന്താണ്? അവൾക്ക് ഒന്നിനും കഴിയുന്നില്ല, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. തൻ്റെ നാഫിക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നവൾ വിചാരിച്ച് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. ഇല്ല, കാണുന്നില്ല. സമയമായിട്ടുണ്ടാവില്ല. ജമാഅത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ. പിന്നെ ഞാനിവിടെ വന്നതും നിന്നോട് സംസാരിച്ചതും ഒന്നും എനിക്കിനി പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിനക്ക് തന്നെയാണ് കേട്. ഓക്കെ, ഒരിക്കൽ കൂടി ദാ നിനക്കൊരു വാണിംഗ് ഞാൻ നൽകുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരണം. അല്ലെങ്കിലേ കൊണ്ടുപോകാനുള്ള വഴി ഇവിടെ ഉണ്ട്. പ്ലീസ്, നിങ്ങൾ എന്താണ് നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഒന്നുകൊണ്ടുമല്ല, തങ്കക്കുടത്തെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കിയ ശീലമേ മനാഫിനുള്ളൂ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. നൂർ ഫാത്തിമ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു. തൻ്റെ ഉസ്താദ് വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. ഹേയ്, അവനിപ്പോഴൊന്നും വരില്ല. അവന് വരാൻ സമയമാണേ ഉള്ളൂ. നീ തിരിഞ്ഞു നോക്കേണ്ട ഒരാവശ്യമില്ല. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.